നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ഇതായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫൗണ്ടേഷനകത്ത് ഗ്രാവൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വണ്ടി വലിയ ടോറസ് ആയതുകൊണ്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നില്ല, റോഡിൽ തന്നെ തട്ടേണ്ടി വന്നു. അവിടുന്ന് പിന്നെ JCBക്ക് കോരിയിട്ടുകൊണ്ടിരിക്കുക. നമുക്കൊരു അധികം ചിലവാണ് അത് സംഭവിച്ചത്. ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് റോഡ് ഉറച്ചില്ല. അപ്പോൾ വലിയ വണ്ടി വന്ന് അവിടെ തിരിഞ്ഞ് കയറിയപ്പം അവിടെ അങ്ങ് താന്നുപോയി. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഗ്രാവൽ തട്ടി പകുതിയോളം അവിടെ തന്നെ തട്ടി നിരത്തേണ്ടി വന്നു. എന്നിട്ട് പിന്നെ JCBക്ക് വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അവിടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുവാണ്. ഇത് നമ്മളൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ഞാനും സുഹൃത്തുക്കളും പിന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു വീടാണ്. അങ്ങനെ ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ പണിയെല്ലാം തീർത്ത് ഗ്രാവൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവൽ ഫില്ല് ചെയ്ത് ഇടിച്ചുറപ്പിച്ച് തറ ഇട്ടുകൊണ്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പഞ്ചായത്തുകാർ ഇപ്പം നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓണം കഴിഞ്ഞ് ട്രഷറി പൈസ ഇല്ല, ഉടനെ തന്നെ തരാമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ചെയ്തു കൊടുക്കാനുള്ള പ്രതീക്ഷയിലാണ്. ഇനി നമുക്ക് കട്ടളയും ജനലും ഒക്കെ കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് മേളോട്ട് കെട്ടാനുള്ള കാര്യങ്ങളും ഇത്രയും നമുക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീണ്ടും കൈയഴിച്ചൊന്ന് സഹായിച്ചാലേ നമുക്ക് ഈ പണി പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എല്ലായിടത്തു നിന്നും പറഞ്ഞ് മേടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഫൗണ്ടേഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ സഹായിച്ച് ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അതേപോലെ തന്നെ നമുക്ക് മേളോട്ടുള്ള പണിയും തീർത്തു കൊടുക്കണം. അപ്പോൾ എല്ലാവരും വീണ്ടും ഒന്നും കൂടെ കനിയണം, എന്നാലേ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളെല്ലാം വീണ്ടും നമ്മളെ ഒന്നും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അത്യാവശ്യം ഒരു കൊച്ചു വീട് എല്ലാ സൗകര്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു സിറ്റ് ഔട്ട്, ഹാള്, അടുക്കള, 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഇടിച്ചുറപ്പിച്ച് അങ്ങ് തറയിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രാവൽ നടക്കുമ്പോൾ ചെരുപ്പയിലൊന്നും പറ്റാതിരിക്കുമല്ലോ. തറ ഇട്ടുകൊണ്ട് നമുക്ക് കട്ട കെട്ടുന്ന പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കട്ടളയും ജനലും ഒക്കെ പഴയ വീട് പൊളിച്ചതൊക്കെ എവിടെയെങ്കിലും കൊടുക്കാൻ ഇപ്പോൾ ഉള്ളതായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ അറിവിലുണ്ടെങ്കിൽ വിളിച്ചു പറയണം. നമുക്ക് കഥ ഉൾപ്പെടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മേടിക്കാം. പിന്നെ അതിൻ്റെ പുറമെ നടക്കണ്ടല്ലോ. ജനലുമൊക്കെ ഫ്രെയിമോട് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോഴും നമ്മൾ ഗ്രാവൽ 2 വലിയ ടോറസിന് 600 ടോറസിന് ഇറക്കിയതാണ്. പകുതിയോളം അവിടെ തട്ടേണ്ടി വന്നു. റോഡിൻ്റെ ഒരു പ്രശ്നം, അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ താരുന്നുണ്ട്. ഇച്ചിരി തറപ്പുരയിടമാണ് അവിടെ ആ റോഡ് സെറ്റ് ചെയ്തെടുത്ത്. വലിയ വണ്ടി അവിടെ താന്നു പോയതുകൊണ്ട് 1/2 ലോഡോളം നമുക്ക് അവിടെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ഒരു പരുവത്തിന് ബറാബറായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഇടിച്ച് ഇതാക്കുമ്പം വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട് ഗ്രാവൽ. നല്ല 2 ലോഡായിരുന്നു, പക്ഷേ പകുതിയോളം, ഒരു വണ്ടിയുടെ പകുതിയോളം അവിടെ തട്ടേണ്ടി വന്നു. വണ്ടി കയറി വന്നില്ല. ഇനിയിപ്പം ഏത് വലിയ വണ്ടി വന്നാലും കയറും. അത്ര നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് JCBക്ക്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ എന്തോരം പൈസ അനാവത്ത് ഇങ്ങനെ ചിലവാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് എല്ലാവരും സഹായിക്കണം. ഓക്കെ, ബൈ.